ബഹുമാനപ്പെട്ട തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള നിലപാടായിരുന്നു എനിക്കും ഞാൻ ഇപ്പോഴും അംഗമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും നിലപാട്. പക്ഷേ അതിൻ്റെ കേസുകൾ പഠിച്ച അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അളിയൻ ഇവിടെയുള്ള ആളോട് ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ പറഞ്ഞു, പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിൽക്കില്ല. രാമപിള്ള സാറിനെ പോലെ നല്ല അഭിഭാഷകനുമാണ്. ഒരു കാരണവശാലും നിൽക്കില്ല, ഒരു പോയിൻ്റ് പോലുമില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തീർച്ചയായും ഒരു തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് ബന്ധപ്പെട്ട കോടതി എല്ലാ ഫയലുകളും പരിശോധിച്ച ശേഷം ഒരു ബെയിൽ ആപ്ലിക്കേഷനിലെ ഓർഡറിൽ എത്ര പേജാ 90 പേജോളം ഉള്ള ജഡ്ജ് പറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാം കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. 41 ദിവസം ഇതുപോലൊരാളെ പിടിച്ച് ജയിലിലിടാനുള്ള സാഹചര്യം അത് ഇപ്പം പൊടുന്നനവേ ഉണ്ടായതല്ല. കുറച്ച് കാലങ്ങളായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്ന സമീപനത്തിൻ്റെ ഫലമാണ് എന്നാണ് എനിക്ക് അടിവരയിട്ട് ഇതിൽ പറയാനായിട്ടുള്ളത്. 41 ദിവസം ഒരാളെ ജയിലിലിടുന്നത് ഗൂഢാലോചന കുറ്റം ആരോപിച്ച ഗൂഢാലോചന കുറ്റം നിങ്ങൾക്ക് തെളിയിക്കാൻ എന്ത് തെളിവാ നിങ്ങൾക്കുണ്ടെന്ന് വെച്ചാൽ അത് കോടതി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തൊണ്ടിപ്പതിൽ കണ്ടെടുക്കലോ മറ്റുള്ള പോലെ അല്ലല്ലോ ഗൂഢാലോചന കുറ്റം. അപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കും മുമ്പ് ഏറ്റവും ശ്രദ്ധയോടുകൂടി അത് ചെയ്യണമെന്ന നിയമത്തിൻ്റെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയാണ് കേരളത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണകൂടവും എല്ലാം ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല. ഞാനിത് പറയാനുള്ള കാരണം, ഞാനൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ശബരിമല സമരവും സുവർണാവസര വിധിയും. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളെല്ലാ ചർച്ചകളും സുവർണാവസരം ഞാൻ പറഞ്ഞാണ് അന്നത്തെ കാര്യങ്ങൾ എല്ലാവരും പറയാറുണ്ടല്ലോ എല്ലാ ചാനലിലും ചർച്ചയിൽ. ആ സുവർണാവസരം ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് മൗലികാവകാശമാണ് എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ആ വിധി ന്യായമാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും എന്നെ എഴുതാനായിട്ട് പഠിപ്പിച്ചത്. അഡ്മിഷന് വന്ന അവസരത്തിൽ 4 കൊല്ലം മുമ്പ് ഫയൽ ചെയ്തതാണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്. പക്ഷേ ആ കേസ് അഡ്മിഷൻ വന്ന ദിവസം തന്നെ ഹൈക്കോടതി വിശദമായ വാദം കേട്ട ശേഷം അഡ്മിഷൻ പോലും കൊടുക്കാതെ തള്ളുകയാണ് ഉണ്ടായത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സുവർണാവസരം എന്ന് പറഞ്ഞാൽ കുറ്റമാകുന്ന വിചിത്രമായൊരു നാടാണിത്. സുവർണാവസരം ഗാന്ധിയൻ മോഡൽ സമരത്തിന് എന്നുള്ള സുവർണാവസരമാണ്. ആ സുവർണാവസരം സമാധാനപരമായി നമ്മൾ സഹന സമരമായി ഉപയോഗിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. വാസ്തവത്തിൽ എല്ലാവരും, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ വാസ്തവത്തിൽ മാപ്പ് പറയേണ്ട കാര്യമാണ്. ഹൈക്കോടതി നാളെ നിങ്ങൾക്കെല്ലാം അതിൻ്റെ കോപ്പി കിട്ടും. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷന് തൻ്റെ പാർട്ടി പ്രവർത്തകരോട് ഒരു റൂമിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തുമ്പം മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വാക്കുകളാണ് വരിക. അത് പറയാൻ അവകാശമല്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നമുക്കാർക്കും അറിയാൻ സാധിച്ചില്ല. ഞാൻ എവിടെയും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഈ പുസ്തകം ഇപ്പോഴത്തെ ഈ തർക്കമുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ തയ്യാറാക്കിയതാണ്. കോഴിക്കോട്ടെ ടൂറിസം സ്റ്റാൾ പൂർണ്ണ പബ്ലിക്കേഷൻ അവരുടേതാണ് ഈ പുസ്തകം. നാളെ അത് പുറത്തിറക്കാൻ പോവുകയാണ്. ഞാനതിൽ ഒരു ചാപ്റ്റർ അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തോട് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നില്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തു. അതിൽ ശബരിമല നട അടച്ചിടാൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല. ഞാൻ അടച്ചിടാൻ വേണ്ടി പറഞ്ഞതാണ്. അന്ന് രാവിലെ ഒരു തത്വദീക്ഷയുമില്ലാതെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2 സ്ത്രീകളെ, രഹന ഫാത്തിമ, അതുപോലെ തന്നെ ബിന്ദുമണി എന്നല്ല, നിങ്ങൾ അറിയാത്തത് പറഞ്ഞത് കവിത, മഹാരാഷ്ട്രക്കാരി, ഈ 2 പേരെയും, കവിത ജക്കാല, ഇവർ 2 പേരെയും അന്ന് അണിയിച്ചൊരുക്കി പോലീസ് യൂണിഫോം ഇട്ട്, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, പോലീസ് യൂണിഫോം ഇട്ട് അവരെ 18-ാം പടിയുടെ നട വരെ കൊണ്ടുപോകാൻ പോലീസിന് സാധിച്ചു. സ്റ്റേറ്റ് സ്പോൺസേഡ് യാത്രയായിരുന്നു അത്. അവരുടെ ഇരുമടിക്കെട്ട് തുറന്ന ആളുകൾ, അത് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്.
അതിനുള്ളിലുണ്ടായിരുന്ന എന്തൊക്കെയാണ് ഞാൻ പറയാൻ അറയ്ക്കുകയാണ്. സാധാരണഗതി നാളികേരമോ അല്ലെങ്കിൽ മല്ലരോ അവരോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മറിച്ച് ഓറഞ്ചോ ആപ്പിളോ ഒക്കെ നല്ല പദങ്ങളാണ്, വേറെ പദം പറയാൻ പാടില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് കൊണ്ടുപോയത്. ഇതൊന്നും മലയാളിക്ക് ഭൂഷണമാണോ? ഒരു ഭരണകൂടത്തിന് ഭൂഷണമാണോ? അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തെ അന്ന് രക്ഷപ്പെടുത്തിയ ഒരാളിൻ്റെ നിർണായകമായ തീരുമാനമാണ്, നിർണായകമായ നടപടിയാണ്. ആ 0 അവറിൽ കടക്കാൻ പോകുമ്പം ഞാനുമായി സംസാരിച്ച കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ തലേ ദിവസം മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ്, മനോരമയുടെ ഫ്രണ്ട് പേജ് വാർത്തയാണ്, ഞങ്ങൾ അടച്ചിടില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. 18-ാം തീയതി 18/10 നിങ്ങളുടെ പത്രങ്ങൾ നോക്കിക്കോളൂ. 18/10/2018 ഞാൻ അതിലേക്ക് കടന്നിട്ട് നമുക്ക് പറയാം. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ട്, അതിന് മുമ്പ് ചോദിക്കുന്നത് ശരിയാണോ? അല്ല, ഞാൻ പറയാം, അത് പറയാം. അങ്ങനെ ഉള്ള അവസരത്തിൽ അവിടെ എൻ്റെ ഫ്ലോ അങ്ങ് പോയി. അങ്ങനെ ഉള്ള ഒരു അവസരത്തിലാണ് ഇവരെയും കടത്തി വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പോലീസ് ആക്ട് അനുസരിച്ച് രാജ്യത്തുള്ള നിയമപ്രകാരം പോലീസിൻ്റെ യൂണിഫോം അണിയിച്ച ഒരാളെ കൊണ്ടു നടക്കാൻ ഇവിടുത്തെ സർക്കാരിന് അവകാശമുണ്ടോ? നിയമത്തിന് അവകാശമുണ്ടോ? ഇതെല്ലാം ഇട്ടവിടെ കൊണ്ടുപോയി. ആ സമയത്താണ്, തലേദിവസം ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, പത്രങ്ങളുടെ ഫ്രണ്ട് പേജാണ്. ആ സമയത്താണ് എന്നെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഫോൺ കോളുകൾ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ അങ്ങോട്ട് വിളിക്കാൻ സാധിക്കില്ല. ഞാൻ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനോട്, പോലീസുകാരനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതാ കടക്കാൻ പോവുകയാണ്, നടപ്പന്തലിലെത്തിയിരിക്കുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, വേറെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഇതിൻ്റെ നിയമപരമായ കാര്യം പറയാം. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവില്ല എന്ന് ഞാൻ എഴുതിത്തരാം. ഒരിക്കലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവില്ല. പക്ഷേ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് വർത്തമാന ഭരണകൂടം, കേരള ഭരണകൂടം, അവർ ആ നിലപാട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചു. ആ സംസാരിച്ച കാര്യമെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്, വളരെ വിശദമായി ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നട അടച്ചിടാം, പൃഥുസ്ഥാനിയന് നട അടച്ചിടാം. അത് അടച്ചിടുന്നതിന് ഒരു നിലയ്ക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവില്ല, അത് നിയമലംഘനമാവില്ല, അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാവില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഇനി അതല്ല നടപടി എടുക്കുന്നെങ്കിൽ ആദ്യത്തെ പ്രതിയായിട്ട് ഞാൻ വരാം, 100 കണക്കിന് ആളുകളുണ്ടാവും, അത് കഴിഞ്ഞിട്ട് അങ്ങേക്കെതിരായിട്ട് നടപടി വരുമെന്ന് പറഞ്ഞു. അതും ഞാൻ അക്ഷരം പ്രതി പരിപാലിച്ചതാണ്. ഈ പുസ്തകത്തിൽ 39-ാമത്തെ 40-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ലക്ഷ്യ ഹർജികൾ തള്ളി. സുപ്രീം കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ എന്നെ അദ്ദേഹത്തെയും പ്രതിയാക്കിയിട്ട് അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തോളാം. കോടതി ലക്ഷ്യത്തിന് കൊടുത്തു, ഹർജി തള്ളി, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്ത് അതിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഈ സ്ഥിതി ഉണ്ടായി. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും അറിയാൻ സാധിച്ചോ എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത് വന്ന അവസരത്തിൽ സർക്കാർ സ്പോൺസേഡായി നടത്തിയ സ്കീം പരാജയപ്പെട്ട് ദയനീയമായി അന്നത്തെ ആ സമരത്തിൽ അവർക്ക് തിരിച്ചടിയേറ്റപ്പോൾ ആ തിരിച്ചടിയേറ്റതിൻ്റെ പ്രതികാരമാണ് ഇന്ന് ഒരു ജഡ്ജി, ന്യായാധിപൻ എല്ലാം പരിശോധിച്ച ശേഷം ഒരു തരത്തിലുള്ള ആരോപണത്തിൻ്റെ ലാഞ്ചന പോലുമില്ല, നോ മെറ്റീരിയൽ അറ്റോൾ എന്ന് പറയുമ്പം ഇതിനെപ്പറ്റി ഇതിങ്ങനെയാണോ കേരളം പ്രതികരിക്കേണ്ടത്? ലോകത്തെ ഏറ്റവും കൂടുതൽ ഈശ്വരവിശ്വാസികൾ കൂടുന്ന സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ, സീസണിലായിട്ടുള്ള കണക്കെടുത്താൽ അത് ശബരിമലയാണ്. ഏത് മതമായാലും മക്കയേക്കാളും മദീനേക്കാളും ബദലഹമിനേക്കാളും ആളുകൾ എത്തിപ്പെടുന്ന, നമ്മുടെ തിരുപ്പതിയേക്കാളും കൂടുതൽ ആളുകൾ സീസണലായി അനാലിസിസ് ചെയ്താൽ എത്തിപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഈശ്വരവിശ്വാസികളുടെ കേന്ദ്രമാണ്. ഞാൻ ഒരു വിവാദത്തിനില്ല. ഇതെന്നും അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഈ ഈശ്വരവിശ്വാസത്തെ തല്ലി തകർക്കുക എന്നുള്ളതാണ്. ഞാൻ AKGയെ പോലും ഉദ്ധരിക്കുകയാണ്. എൻ്റെ കയ്യിലെ രേഖകളില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഉദ്ധരിക്കില്ല. ശബരിമലയ്ക്ക് തീപിടുത്തമുണ്ടായപ്പോൾ ഒരന്ധവിശ്വാസം തകർന്നു എന്ന് പറഞ്ഞ അന്നത്തെ കോൺഗ്രസ് നേതാവിനെ ഞാൻ ഓർക്കുന്നു, മുഖ്യമന്ത്രിയെ ഞാൻ ഓർക്കുന്നു. അന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ അന്ന് തിരുക്കൊച്ചിയിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, പഠിച്ചാൽ നല്ലതാണ്. അതിനുശേഷം
ഗോപാലസേന രൂപീകരിച്ചു. ആ ഗോപാലസേന രൂപീകരിച്ചപ്പോൾ അതിൻ്റെ യൂണിഫോം നിശ്ചയിച്ചു. ആ സമയത്ത് പ്രസംഗം എൻ്റെ കൈവശമുണ്ട്, ദേശാഭിമാനിയിൽ അന്ന് വന്ന പ്രസംഗം എൻ്റെ കൈവശമുണ്ട്. അന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? കറുത്ത മുണ്ടുവാകാൻ എടുക്കുന്ന പൈസ ഗോപാലസേനയുടെ യൂണിഫോം, ആ യൂണിഫോം തയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്, ശബരിമല പോകരുതെന്ന്. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ. ആ വിധി ഉണ്ടായ അവസരത്തിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അന്നത്തെ പ്രതികരണം, 3 പാർട്ടികളുടെ പ്രതികരണം ഞാൻ മാതൃഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. വിധി ചരിത്രപരമാണ്, സ്വാഗതാർഹമാണ്, എല്ലാ നിലയ്ക്കും നടപ്പാക്കണം. കോടിയേരി ബാലകൃഷ്ണൻ, CPM സംസ്ഥാന സെക്രട്ടറി. 2, രൺദീപ് സുർജേവാല, കോൺഗ്രസിൻ്റെ മുഖ്യ വക്താവ്. ഇതെല്ലാം മാതൃഭൂമിയുടെ 2018 സെപ്റ്റംബർ 29 പത്രത്തിൽ വന്നതാണ്. 28 വിധി, 29 വന്നതാണ്. പുരോഗമനപരമായ വിധിയെ സ്വാഗതം ചെയ്യുന്നു. ലിംഗസമത്വത്തിന് വഴിയൊരുക്കുന്നതും സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുമായ തീരുമാനമാണിത്. ലിംഗപരമായ വിവേചനം വിശ്വാസപരമായ കാര്യങ്ങൾ പാടില്ല. അതെത്ര പവിത്രപരമായ കാര്യമാണെങ്കിലും പാടില്ല എന്നുള്ള ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. സതീശന് മറുപടി പറയാമെങ്കിൽ പറയട്ടെ. 3ാമത് അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡൻ്റായ എൻ്റെ പ്രസ്താവനയും അവിടെ തന്നെ മാതൃഭൂമി വന്നതുണ്ട്. ശബരിമല സംഘർഷഭൂമിയാക്കരുത്, വിശ്വാസങ്ങളെ ഇങ്ങനെ തകർക്കരുത് എന്നുള്ളതാണ്. അന്ന് തന്നെ 1-ാം തീയതി തന്നെ BJP സമരരംഗത്തിറങ്ങി. അടുത്ത മാസം 1-ാം തീയതി തന്നെ, ഒക്ടോബർ 1 തന്നെ സമരരംഗത്തിറങ്ങി. ഞാനിത് പറഞ്ഞു വരുന്നത്, അതിൻ്റെ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിൽ സ്ത്രീകൾ കടക്കും എന്ന 18-ാം പടി വരെ കൊണ്ടുപോയി. എത്ര സുഹൃത്തുക്കൾക്കറിയാം, അവിടെ 18-ാം പടി അന്ന് സീൽ ചെയ്തു. വാട്ട് യു മീൻ ബൈ സീലിംഗ്? സീലിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരാൾക്കും കടക്കാൻ പറ്റില്ല, പോലീസിനല്ലാതെ. വിശ്വാസികൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, വിശ്വാസികൾക്ക് തടയാൻ പറ്റില്ല. ആ സമയത്താണ് ഈ തന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട് അടച്ചുപൂട്ടുമെന്ന് പ്രഖ്യാപിക്കുകയും അവിടുത്തെ വേറൊരാൾക്കും അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സ്ഥലത്ത് 18-ാം പടി മുഴുവൻ അന്നത്തെ പരികർമ്മികളും അവിടുത്തെ ആളുകളും കൂടെ തടഞ്ഞതോടുകൂടിയിട്ടാണ് സർക്കാരിൻ്റെ അന്നത്തെ ഈ ഉദ്യമം ചീറ്റിപ്പോയത്. അങ്ങനെ ചീറ്റിപ്പോയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുക, അതിൻ്റെ പിറ്റേ ദിവസം, വിത്ത് പ്രൂഫ് ഐ ആം സേയിങ്, പിറ്റേ ദിവസം പറഞ്ഞു തന്ത്രിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എടുക്കാൻ. തന്ത്രിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എടുക്കാൻ പറഞ്ഞപ്പം ഞാനും തന്ത്രിയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് എനിക്കതിൻ്റെ ആഴം മനസ്സിലായി. ഒരു കേസെടുക്കണമെങ്കിൽ ആരുടെ ഫോണിൽ സംസാരിച്ചു? എൻ്റെയും തന്ത്രിയുടെയും ഫോണിൽ സംസാരിച്ചിട്ടില്ല. പിന്നെ ആര് സംസാരിച്ചു? ഞാൻ പറയുന്നു, എന്നെ വിളിച്ചത് തന്ത്രിയാണെന്ന് എനിക്ക് ഉറപ്പില്ല, ശബ്ദം അദ്ദേഹത്തിനാണെന്ന് അറിയില്ല, അതോടെ അത് പോയി. അദ്ദേഹം പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോസിക്യൂഷൻ കേസ് എടുക്കാൻ പറ്റാതെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, ആഹ്വാനം ചെയ്തവർ, കേസെടുക്കാൻ പോയവർ, നോട്ടീസ് ഇഷ്യൂ ചെയ്തവർ ഇളിബരായി അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ആയിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ വൈരാഗ്യം കൊണ്ടു നടന്നുകൊണ്ടാവാം ഇപ്പോഴ് ഒരു തെളിവുമില്ല എന്നൊരു കോടതി പറഞ്ഞെന്ന് തക്കവണ്ണം. ദർ ഇസ് നോട്ട് ഈവൻ എ പ്രൈമാ ഫേസി മെറ്റീരിയൽ. ഒരു പ്രൈമാ ഫേസി മെറ്റീരിയൽ ഇല്ലാതെ ഒരു ആത്മീയ ആചാരനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുപോയി ഒരു സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, സത്യത്തെ ആഴത്തിൽ കുഴിച്ചുകൂടാൻ ശ്രമിക്കുന്നത്, വേട്ടയാടുന്നത് ശരിയല്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഈ പുസ്തകം നാളെ റിലീസ് ചെയ്യുന്നത്. ഞാൻ പുസ്തകത്തിന് വേണ്ടിയല്ല, ചിദാനന്ദപുരിയാണ് ഇതിൻ്റെ അവതാരിക. പുസ്തകം ഇതിൻ്റെ അകത്ത് ഇത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാമൊന്നും ഞാൻ സമഗ്രമായി പറഞ്ഞു എന്ന് പറയുന്നില്ല. ഏതായാലും ഈ വസ്തുതകളെല്ലാം സത്യം അതങ്ങനെ നമ്മുടെ മുമ്പിൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ഈ സത്യത്തെ കൂടി നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളണം. മലയാളി മടയനല്ലെന്ന് തെളിയിക്കണം. ഇങ്ങനെയുള്ള നിലപാടുകളെ അതിൻ്റെ പൊടുന്നനെ അതിനെ തള്ളണം. ആ മനുഷ്യൻ ഇതെല്ലാം കേട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തിനെ ഇങ്ങനെ ക്രൂശിക്കണം? ഇതാണോ നീതി? ഈസ് ഇറ്റ് ദ സിസ്റ്റം ഓഫ് ലോ ഫോളോഡ് ബൈ അസ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നാളെ ഏതായാലും ഈ പരിപാടി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ 10 മണിക്ക് നടക്കുന്നു. കേന്ദ്രമന്ത്രിയും മറ്റുള്ള ആളുകളും അതുപോലെ ഒ രാജഗോപാലും എല്ലാം പിന്നെ അങ്ങനെയുള്ള ആളുകൾ, BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് രാഹുൽ ഈശ്വരോ തുടങ്ങി ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളോട് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആനുഷാംഗികമായി ഞാൻ പറയുന്നു. എല്ലാവർക്കും ഈ സമയത്ത് ഇവിടെ എത്തിയതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ആകാതിരിക്കുക, വലിയ വിവാദങ്ങളിൽ ഞാൻ അഭിരമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
പുസ്തകത്തിന്റെ പേര് തന്നെ സുവർണാവസരം ചേർത്ത് വെച്ച അന്ന് അങ്ങയുടെ പ്രസംഗം അങ്ങയുടെ പാർട്ടി ഫോറത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ചർച്ചയായല്ലോ. അപ്പോൾ ഈ പേര് അതിലൂടെ സൂചിപ്പിച്ചുകൊണ്ട് അത് ചർച്ചയായതിന് ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ആരാണെന്നും കൊടുത്തുവെന്നും ആ ആളോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. സുവർണാവസരം എന്ന് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. ഇതാ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇംഗ്ലീഷ് കോപ്പി മലയാളം ഇതിൽ പെടുത്തിയിട്ടുണ്ട്. അത് പറയുന്നു അത് തെറ്റാണ്, ഇല്ലീഗലാണെന്ന് അഡ്മിഷൻ സ്റ്റേജിൽ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനപ്പുറം എന്താ വേണ്ടത്? ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബെയിലും അത് തന്നെയാണ്. 41 ദിവസം അദ്ദേഹം കടന്നതിന് ആരാ ഉത്തരവാദി? ഈ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ലേ? സ്പെഷ്യൽ ടീമിന് ഉത്തരവാദിത്തമില്ലേ? സ്പെഷ്യൽ ടീം ഈസ് ദ പാർട്ട് ഓഫ് ദി സിസ്റ്റം ഫോളോഡ് ബൈ ദ ഗവൺമെൻറ്. അവരെല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാ. അവർ സമാധാനം പറയണ്ടേ? 41 ദിവസം അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുഭവിച്ച വേദനയും യാതനയും ഇത് നാളെ നമുക്കെല്ലാം സംഭവിക്കാം. ഞാനിത് പറയുന്ന മാധ്യമങ്ങളുടെ 12ഓളം കേസ് നടത്തിയ ഒരു അഭിഭാഷകനാണ് ഞാൻ. മാധ്യമങ്ങളെ പിടിച്ചു കൊണ്ടുപോയി കോഴിക്കോട് അന്ന് സമരം നടത്തിയ ഇൻകം ടാക്സ് ഓഫീസിന് മുമ്പിൽ. അപ്പോൾ ഇൻകം ടാക്സ് കയ്യേറിയെന്ന് പറഞ്ഞ് നോൺ ബെയിലബിൾ ഓഫീസ് വന്നപ്പം നേരിട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്തുകൊണ്ട് ഹിന്ദു സമുദായ നേതാവ് വിളിച്ചെന്ന് പറയുന്നല്ലോ, സമരങ്ങളൊക്കെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഞാൻ പേര് വയ്ക്കാത്തത് തന്നെ ഞാനൊരു പുസ്തകം എഴുതുമ്പം അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങാതെ പേര് വെക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത്. നിങ്ങൾക്ക് അതിൽ നിന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. ഒരാൾ പുസ്തകമോ എഴുതിയാൽ, ഇപ്പോൾ ഒരു കവി ഒരു കവിത എഴുതിയാൽ ചുണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ നിങ്ങളുടെ സ്വത്താണ്, നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തോളൂ. ഒരു മീഡിയേറ്ററും അല്ല, അയാളെ എനിക്കറിയില്ല. അതും ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചതാണ്. കാരണം അതുകൊണ്ട് ആളുടെ പേര് എനിക്കറിയാം. ഞാൻ ആ പേര് പറയുന്നില്ല. എങ്ങനെ ആ പേര് വന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ചെങ്ങന്നൂക്കാരനാണ്. അപ്പം അത് ഞാൻ പറഞ്ഞില്ല. അല്ലല്ല, അത് തെറ്റാ. സ്ഥാനാർത്ഥി അദ്ദേഹമല്ല. നിങ്ങൾ വിജയകുമാറിനെ ഉദ്ദേശിച്ചു അദ്ദേഹമല്ല. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് അദ്ദേഹമല്ല. അവിടുന്ന് ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചപ്പം ഞാനതിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിക്കില്ല. അപ്പോൾ വേറൊരു ഫോൺ കോൾ വന്നു, തന്ത്രിക്കൊന്ന് സംസാരിക്കണം പറഞ്ഞിട്ട് ഫോൺ കോൾ വന്നു. അപ്പോൾ എനിക്കറിയില്ല ഫോൺ, അന്ന് 100 കണക്കിന് 1000 ഫോൺ വരുന്ന ദിവസമാണ്. പക്ഷെ പിറ്റേ ദിവസം മന്ത്രിസഭയുടെ തീരുമാനം വന്നു പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷനായപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഞാനും പ്രതിയാകുമോ, എൻ്റെ ഫോണല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് പിടികിട്ടി ആരുടെ ഫോണാണെന്ന്. അങ്ങനെയാണ് ആ ഫോൺ ആരുടെയാണെന്ന് മനസ്സിലായത്. അദ്ദേഹം DCCയുടെ ഒരു ഭാരവാഹിയായിരുന്നു, അയ്യപ്പ സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ആ ഫോണിൽ കൂടെ സംസാരിച്ചു എന്നൊക്കെ വന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പോഴത്തെ പ്രസക്തമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് നല്ലത്. അതെനിക്കറിയില്ല. ഞാനല്ലല്ലോ പബ്ലിഷർ, ടൂറിംഗ് ബുക്ക് സ്റ്റാളുകാരാണ്, പൂർണ്ണ പബ്ലിക്കേഷനാണ്. നഷ്ടമൊന്നുമില്ല ജീവിതത്തിൽ. എഴുതുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ റോയൽറ്റി മുഴുവൻ പബ്ലിക്കിന് കൊടുത്തിട്ടേ ഉള്ളൂ. ഗോവയിലെ രാജ്ഭവൻ അന്നദാനം എന്ന് പറഞ്ഞ സ്കീം തുടങ്ങി. എനിക്ക് കിട്ടിയ 1,24,000 രൂപയുടെ റോയൽറ്റി ഡൽഹിയിൽ നിന്നും പല പത്രം കിട്ടി. ഞാൻ അവർക്കത് കൊടുത്തിട്ടാണ് പോകുന്നത്, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ക്ലീൻ ചിറ്റ് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ക്ലീൻ ചിറ്റ് ഭഗവാൻ അനുഗ്രഹിച്ച് ഇവർക്ക് വീടുകാർക്ക് കൊടുത്തതാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞാൽ വാർത്തയാകും, ഞാൻ പറയുന്നില്ല. ശബരിമലയിലെ സംഭവവുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരായാലും ഉന്നത പോലീസ് ഓഫീസർമാരായാലും ഉന്നത നേതാക്കളായാലും ഉന്നത നീതിപീഠത്തിൻ്റെ ആളുകളായാലും എല്ലാവരും വ്രണിത ഹൃദയരായി ജീവിക്കേണ്ടി വന്നു എന്നുള്ളത് എണ്ണി പറയാൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവരെ അപമാനിക്കേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങളെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ജേർണലിസ്റ്റ് ഉണ്ടെങ്കിൽ അന്ന് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ, വിധി പറഞ്ഞവരെന്ന് പറഞ്ഞാൽ കോടതിയിൽ ലക്ഷ്യമാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ നിയമജ്ഞന്മാരുൾപ്പെടെ പോലീസുകാരുൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരെയും കാലം, ഞാൻ ഭഗവാനെ കുറ്റപ്പെടുത്തില്ല, ഭഗവാൻ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല. കാലം അവർക്കെല്ലാം അതിൻ്റെ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറ്റപത്രം, ഈ അന്തിമ കുറ്റപത്രം എന്നാൽ നിങ്ങൾ ഈ പോലീസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാണ് ഈ പ്രശ്നം. ഇപ്പം ഞാൻ നാളെ ഇവിടെ വരാനുള്ള കാരണം വേറൊന്നും കൂടെ ഉണ്ട്. രാജഗോപാലിനെതിരായിട്ട് അറസ്റ്റ് വാറണ്ടാണ്. കയ്യാമം വെക്കുന്ന സാധാരണ ബെയിലബിൾ വാറണ്ടല്ല, നോൺ ബെയിലബിൾ വാറണ്ടാണ്. ശബരിമല സമരത്തിന് പ്രേരണ കൊടുത്തു എന്നാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ നിൽക്കുമോ ഇത്?
നമ്മുടെ രാജ്യത്ത് വിദ്യാസമ്പന്നരായ മാധ്യമങ്ങളൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. ഒരു ലെജിസ്ലേഷൻ നിർമ്മിക്കാൻ നിയമനിർമ്മാണ സഭയ്ക്കല്ലാതെ, പാർലമെൻറ്റിനല്ല നിയമസഭയ്ക്കല്ലാതെ ഒരു DGPക്ക് BJPക്കാരെ എല്ലാവരെയും പ്രതികളാക്കിക്കൊള്ളുന്ന പറഞ്ഞ് നൂറുകണക്കിന് ആൾക്കാരെ പ്രതികളാക്കി. വേറൊരു പാർട്ടിക്കാരെയും ചെയ്താൽ പറയാൻ പറ്റുമോ? ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാമോ? അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനുള്ള അവകാശം ഞാൻ 6 കൊല്ലത്തിന് ശേഷം 5 കൊല്ലത്തിന് ശേഷം ഇവിടെ വരികയാണ്. എൻ്റെ ഒരുപാട് അഭിഭാഷകരെല്ലാവരും സുഹൃത്തുക്കളുണ്ട്. എനിക്ക് എല്ലാവരോടും ഈ സമയത്ത് ആരെയും ഞാൻ മോശക്കാരാക്കുന്നില്ല. ലെജിസ്ലേറ്റീവ് പവർ ഈസ് വിത്ത് ഹും, വെദർ ഇറ്റ് ഈസ് വിത്ത് DGP. ഒരൊറ്റ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയാം, നിങ്ങൾ അത് പ്രക്ഷേപണം ചെയ്യാതെ എനിക്കൊന്നുമില്ല. കേരളത്തിലെ DGPയുടെ മുമ്പിൽ ഒരാളൊരു കൊലക്കേസ് നടത്തിയിട്ട് ഒരാളെ കുത്തിക്കൊന്നിട്ട് അവിടെ ചെന്ന് പറയുകയാണ്, ഞാൻ കുത്തിക്കൊന്നിരിക്കുന്നു, ഈ കുറ്റസമ്മതം ഞാൻ സമ്മതിക്കുന്നു എന്ന് എഴുതി കൊടുത്താൽ ഇന്ത്യയിലെ നിയമപ്രകാരം ഇറ്റ് ഈസ് ഇൻഅഡ്മിസിബിൾ. ആ DGP പറയുന്ന വാക്ക് അയാൾ വീണ്ടും വന്ന് ആവർത്തിച്ചാൽ അത് നിയമത്തിൽ, ഇന്ത്യയുടെ നിയമത്തിൽ, തെളിവ് നിയമത്തിൽ അത് ഇൻഅഡ്മിസിബിളാണ്. കോടതി സ്വീകരിക്കില്ല, എഴുതില്ല. അത്രമാത്രം അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതേസമയത്ത് ഒരാളെ കുത്തിക്കൊന്ന ശേഷം ഇതാ മുണ്ടങ്കാവ് തെരുവിലേക്ക് പോയിട്ട്, ഞാൻ തെരുവ് തെണ്ടിയെന്നൊന്നും പറയുന്നില്ല, ആ ഒരു ഭിക്ഷക്കാരൻ, ആ ഭിക്ഷക്കാരോട് നിങ്ങൾ പോയി പറയാം ഞാൻ നാളെ കുത്തിക്കൊന്നിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അയാൾ പോയി മൊഴി കൊടുത്താൽ ആ മൊഴി കോടതിയുടെ തെളിവിൻ്റെ ഭാഗമാകാം ഒരു പരിധി വരെ. DGPക്ക് അതുപോലുമില്ല. അങ്ങനെ ഒരു നാട്ടിലാണ് ഓരാജകാലും ശ്രീധരൻപിള്ളയും സുരേന്ദ്രനും എല്ലാം ചെങ്ങന്നൂരിൽ മാന്നാറിൽ 26 കേസാണ്. നോക്കട്ടെ, ഞാനത് ഏറ്റെടുത്തിരിക്കുക. അല്ല തന്ത്രിയുടെ നല്ല കേരളത്തിലെ ഇന്നുള്ള ഏറ്റവും ലഭ്യമായ ഏറ്റവും നല്ല ലോയറാണ്. അതിനപ്പുറത്തൊരു ലോയറായി നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാനില്ല. അപ്പോൾ പിന്നെ എന്നെ ഈ പാപത്തിനെതിരാ അത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്.